2020 ഫൈനലിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇരു ടീമുകളിലും മാറ്റമില്ലാതെയാണ് ഇറങ്ങിയിരിക്കുന്നത്. MG മിഥുനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, PCRൽ നിന്ന് ലഭിക്കുന്നത് സന്തോഷ വാർത്തയാണ്. 8 ബോളിൽ 23 റൺ എന്ന മികച്ച തുടക്കത്തിന്റെ വാർത്ത. തീർച്ചയായും ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് അതിഗംഭീരമായ തുടക്കം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതായത് വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ശുഭസൂചന കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മ പുറത്തായിരിക്കുന്നു എന്നുള്ള ഒരു നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നേരിട്ട ആദ്യ 2 പന്തുകളിലും അദ്ദേഹം ബൗണ്ടറി നേടിയിരുന്നു. കേശവ് മഹാരാജിന്റെ 4ാമത്തെ ബോളിലാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തായിരിക്കുന്നത്. 9 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മടങ്ങുന്നു എന്നുള്ള നിരാശപ്പെട്ട വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലും വലിയ മുന്നേറ്റം നടത്താൻ തുടക്കത്തിലെ തന്നെ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് കരുതുന്ന അല്ലെങ്കിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് നേരിട്ട ആദ്യ 2 പന്തുകളും അദ്ദേഹം ബൗണ്ടറി കടത്തുന്നു. പിന്നീട് ഒരു ബോൾ 2 ഓടുന്നു. അതിനുശേഷം വീണ്ടും ഒരു ബൗണ്ടറി കൂടി നേടി 14 നേരിട്ട 4 പന്തുകളിൽ 14 റൺസ് നേടാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പുറത്തു വരുന്നത്. ആദ്യ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. 9 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ 2 മത്സരങ്ങളിലും സെമിഫൈനലിലും ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരങ്ങളും മികച്ച മുന്നേറ്റം നടത്താൻ സഹായിച്ചത് രോഹിത് ശർമ്മയുടെ ഒരു അവിസ്മരണീയമായ പ്രകടനം തന്നെയായിരുന്നു. ആദ്യ പവർ പ്ലേയിൽ തന്നെ ബൗളർമാരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയായിരുന്നു രോഹിത് ശർമ്മ. അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓവറുകളിലേക്ക് കടക്കുമ്പോൾ ഇനി 1.4 ഓവറുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ 1.4 ഓവറുകളിൽ 23 റൺസ് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യക്ക് ആയിരിക്കുന്നു. പക്ഷേ ഒരു വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. ആദ്യ മിനിറ്റുകളിൽ തന്നെ ക്യാപ്റ്റനെ നഷ്ടമാകുന്നു, ഹിറ്റ്മാൻ പുറത്തേക്ക് എന്നത്. മിഥുൻ, മികച്ച കെട്ടുറപ്പുള്ള ടീമാണ്. നമ്മൾ കഴിഞ്ഞ കളികളിലൊക്കെ കണ്ട വിജയം ആ കെട്ടുറപ്പിന്റെ തന്നെ ഫലമായിരുന്നു. ഇപ്പോൾ ആദ്യ ഓവറുകളിൽ തന്നെ രോഹിത് ഔട്ടാകുന്നു എങ്കിൽ പോലും പിടിച്ചു നിൽക്കാനും ലക്ഷ്യത്തിലേക്ക് എത്താനും കഴിയുന്ന തരത്തിൽ തന്നെയാണോ ടീം ഉള്ളത്? കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനകളുണ്ട്. അത് തന്നെ വലിയ തരത്തിലുള്ള ഇന്ത്യയുടെ സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നതാണ്. തീർച്ചയായും എന്തായാലും ഇപ്പോൾ ഋഷഭ് പന്ത് വൺഡൗണായി ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. ഋഷഭ് പന്ത് കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനിയും വലിയ സ്കോർ പടുത്തുയർത്താൻ പറ്റുന്ന വലിയ മുന്നേറ്റ നിര തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ഋഷഭ് പന്തിന് പിന്നാലെ ഹർദിക് പാണ്ഡ്യയുണ്ട്, ഒപ്പം തന്നെ സൂര്യകുമാർ യാദവ് ഉണ്ട്, ശിവം ദുബെയുണ്ട്, അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇനിയുണ്ട്. ഒപ്പം തന്നെ ഓൾറൗണ്ടറിലേക്ക് വരുമ്പോൾ അക്ഷർ പട്ടേലും ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതല്ല. ഇപ്പോൾ പ്രധാനമായും രണ്ടാമത്തെ വിക്കറ്റ് കൂടി ഇപ്പൊ ഇന്ത്യക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഏതായാലും റിവ്യൂയിലേക്ക് പോവുകയാണ്. നേരിട്ട ആദ്യ പന്ത് തന്നെ വിക്കറ്റിന് മുന്നിൽ കൂടുകയാണ് ഋഷഭ് പന്ത്. എന്തായാലും റിവ്യൂയിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. എന്തായാലും ഒരു സന്തോഷകരമായ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. എന്തായാലും ഇതൊരു വിക്കറ്റ് അല്ല എന്ന് നമുക്കുള്ള ശുഭവാർത്ത അവിടെ നിന്ന് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഋഷഭ് പന്തിന്റെ വിക്കറ്റാണ് ഇപ്പോൾ രണ്ടാമതായി പോയിരിക്കുന്നത്. അത് റിവ്യൂ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. എന്തായാലും അതിന്റെ ഒരു വിവരത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. തേടംപേർ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. 8 ബോളിൽ 23 റൺസ് എന്ന വലിയ ഒരു തുടക്കം. പക്ഷേ അത് സെക്കൻഡുകൾക്കുള്ളിൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും മിഥുൻ, അവിടെ കളിക്കാരെക്കാൾ മഴയുടെ കളിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇന്നും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് കരുതുന്നത്. തുടക്കം ബാറ്റിംഗ് കിട്ടിയത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അത്ര അനുകൂല സാഹചര്യമല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും. അതായത് ഇപ്പോൾ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഋഷഭ് പന്ത് കൂടി പുറത്താകുന്നു. അതായത് ആദ്യം തുടക്കത്തിലെ മികച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെങ്കിൽ പോലും തന്നെ ഇപ്പോൾ തുടരെ 2 വിക്കറ്റുകൾ കേശവ് മഹാരാജിന്റെ 2ാമത്തെ ഓവറിൽ തന്നെ വരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 9 റൺസ് എടുത്ത് പുറത്താകുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഋഷഭ് പന്ത് പുറത്താവുക എന്ന ഒരു സ്ഥിതിവിശേഷം അത്തരത്തിൽ ദുഃഖകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓവറുകളിൽ പവർ പ്ലേയിൽ തന്നെ ഇത്രയും അധികം തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു ഇന്ത്യക്ക് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തുടക്കത്തിലെ കഴിഞ്ഞ
കഴിഞ്ഞ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പിച്ചിൽ നേരത്തെ കളിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനെതിരെയാണ്. ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 160 160 റൺസ് നേടിയാൽ ആ ടീമിന് രണ്ടാമതിറങ്ങുന്ന ടീമിന് ഒരു മേൽക്കൈ നേടാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമാണുള്ളത്. അത്തരത്തിൽ വലിയ ദുഷ്കരമാണ് പിന്നീട് രണ്ടാമതിറങ്ങുന്ന ടീമിന് ബാറ്റ് ചെയ്യാനെന്നുള്ളതാണ് ഈ ഒരു പിച്ചിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് തന്നെ 160 മുകളിലേക്ക് ഒരു സ്കോർ പടുത്തുയർത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ രണ്ടാം കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ രോഗത്തിനും സംഘത്തിനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വിവരങ്ങൾ അനുസരിച്ച് 2 വിക്കറ്റുകൾ ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. തുടക്കത്തിലെ അതിഗംഭീരമായി ബാറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ആദ്യ ഓവറിൽ തന്നെ മികച്ച രീതിയിൽ റൺ പടുത്തുയർത്താൻ സാധിച്ചിരുന്നു. നേരിട്ട ആദ്യ പന്തുകൾ തന്നെ ആദ്യ 2 പന്തുകളിലും ബൗണ്ടറി നേടി വിരാട് കോഹ്ലി ഒരു ഫോമിലേക്ക് തിരിച്ചിരുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ഇനി ഇറങ്ങാൻ പോകുന്നത് സൂര്യകുമാർ യാദവാണ്. സൂര്യകുമാർ യാദവ് വലിയ ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഈ ഒരു ലീഗ് ഘട്ടത്തിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നോക്കൌട്ട് മത്സരങ്ങളിലും ഒക്കെ തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഒരു താരം കൂടിയാണ് സൂര്യകുമാർ യാദവ്. എന്തായാലും സൂര്യകുമാർ യാദവും വിരാട് കോഹ്ലിയും ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് ഇനി പടുത്തുയർത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് കരകയറാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഇനി നടത്താൻ പോകുന്നത്. എന്തായാലും ഇനി ഒരു ആക്രമണം അഴിച്ചുവിട്ടുള്ള ഒരു ബാറ്റിംഗിലേക്ക് ഈ ഒരു പവർ പ്ലേയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ വിക്കറ്റ് വലിച്ചെറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം നിലവിൽ 2 ഓവർ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി 18 ഓവറുകൾ ബാറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 താരങ്ങൾ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇനി സൂര്യകുമാർ യാദവ് ഒപ്പം തന്നെ ഹർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ അടക്കമുള്ള താരങ്ങൾ വരാനുണ്ട്. അവരൊക്കെ തന്നെ മികച്ച രീതിയിൽ ഒരു ഇന്നിംഗ്സ് പടുത്തുയർത്തിയാൽ മാത്രമേ മികച്ച ഒരു സ്കോർ സൗത്ത് ആഫ്രിക്കൻ നിരക്ക് മുന്നിലേക്ക് ഇന്ത്യക്ക് വെക്കാൻ സാധിക്കൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. 2 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. 2 ഓവർ പൂർത്തിയാകും മുൻപ് 2 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ്. ഒരു മികച്ച തുടക്കത്തിന്റെ സൂചനകൾ നൽകി സെക്കൻഡുകൾക്കകമാണ് ആകെ മാറിമറിഞ്ഞത്. രോഹിത്തിന്റെയും ഋഷഭിന്റെയും വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. സൂര്യകുമാർ യാദവ് ഇറങ്ങുകയാണ്. ഇനി പ്രതീക്ഷ കോഹ്ലിയിലും സൂര്യകുമാർ യാദവിലുമാണ്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 160 അതല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു സ്കോറിലേക്ക് എത്തേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. മിഥുൻ, ഇനി അത് അല്പം ദുഷ്കരമായി മാറുന്ന സാഹചര്യമാണോ? വിക്കറ്റ് നഷ്ടപ്പെടാതെ നോക്കുക, ഇറങ്ങി കളിക്കാൻ കഴിയാതെ ഇരിക്കുക, പ്രത്യേകിച്ച് ഈർപ്പമുള്ള ആ ക്ലൈമറ്റിന്റെ സാഹചര്യത്തിൽ 160 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു സ്കോർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാകുമോ? തീർച്ചയായും അത്തരത്തിലൊരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര കടന്നു പോകുന്നത്. കാരണം ഇനിയൊരു വലിയൊരു ഇന്നിംഗ്സ് പടുത്തുയർത്തിയാൽ മാത്രമേ ഒരു മികച്ച ടോട്ടലിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കുകയും ചെയ്യൂ. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി മാത്രമായിരിക്കണം ഇനി മുന്നോട്ടുള്ള ഓരോ ബൗളും നേരിടേണ്ടിയിരിക്കുന്നത്. എന്തായാലും വിരാട് കോഹ്ലി എന്നുള്ള വിശ്വസ്തനായിട്ടുള്ള ബാറ്റ്സ്മാൻ നമുക്കൊപ്പമുണ്ട്. ഒപ്പം തന്നെ സൂര്യകുമാർ എന്ന 360 ഡിഗ്രിയിൽ പോലും തന്നെ കറങ്ങി പല പന്തുകളും നേരിടാൻ ബൗണ്ടറികളിലേക്ക് പായിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താരം കൂടിയാണ് സൂര്യകുമാർ യാദവ്. ഈ 2 താരങ്ങളും ചേർന്ന് ഒരു പയ്യെ ഇനി അങ്ങോട്ട് ഇന്നിംഗ്സ് പടുത്തുയർത്തിയാൽ മാത്രമേ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ സാധിക്കൂ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരു മഴ ഭീഷണി ഉണ്ടായിരുന്നു. മത്സരം വൈകിയായിരുന്നു തുടങ്ങിയെങ്കിൽ പോലും തന്നെ ആവേശ പോരാട്ടത്തിൽ അത്തരത്തിൽ ക്ലൈമറ്റ് സംബന്ധിച്ച ഒരു അനുകൂല ഘടകമാണ്. കാരണം നിലവിൽ മഴയുടെ ഒരു സാധ്യതയുമില്ല. ഒരു ക്ലീൻ സ്കൈ തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുകയും ചെയ്ത ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കൂടുതൽ സ്കോർ നേടാൻ സാധിക്കും. കാരണം റൺ ഒഴുകുന്ന പിച്ചാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രിക്കറ്റർ അടക്കമുള്ളവർ ഈ ഒരു പിച്ച് നിരീക്ഷിച്ച ശേഷം പറഞ്ഞത് അത് തന്നെയാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് അത് ദുഷ്കരമായിരിക്കും. ബോളർമാർക്ക് കൂടുതൽ മേൽക്കൈ നേടാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇത് കാര്യങ്ങൾ മാറിമറിയുന്നു. ആദ്യ 10 ബോളുകൾ നേരിട്ടതുപോലെ അല്ലായിരുന്നു പിന്നീടുള്ള രണ്ടാമത്തെ സ്പെല്ലിലെത്തിയ കേശവ് മഹാരാജിന്റെ ആ 2 ബോളും ബാറ്റ്സ്മാൻമാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയതാണ് ഈ വിക്കറ്റിലേക്ക് കുടുങ്ങുകയും ചെയ്തത്. ഒരു പക്ഷേ ഋഷഭ് പന്ത് കുറച്ചുകൂടി കരുതലോട് കളിച്ചിരുന്നുവെങ്കിൽ അത് വിക്കറ്റ് വലിച്ചെറിയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തില്ലായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്തായാലും ഇനിയൊരു മികച്ച ഇന്നിംഗ്സിലേക്ക് അല്ലെങ്കിൽ ഒരു മികച്ച ടോട്ടലിലേക്ക് പോകണമെങ്കിൽ ഈ വിക്കറ്റിൽ വിരാട് കോഹ്ലി ഒപ്പം തന്നെ സൂര്യകുമാർ യാദവിന്റെ സഖ്യം അത് ഒരു വൻമതിലായി നിലനിൽക്കണം. എങ്കിൽ മാത്രമേ വലിയൊരു ടോട്ടൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ കരുതലോടെ വേണം ഇനി മുന്നോട്ട് നീങ്ങാൻ. തീർച്ചയായും എന്തായാലും 17 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ കപ്പിൽ ഇന്ത്യ മുത്തമിടുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. ആദ്യ ഓവറിൽ വലിയ പ്രതീക്ഷ നൽകിയെങ്കിൽ രണ്ടാം ഓവറിൽ എല്ലാം മാറിമറിയുന്നതാണ് കണ്ടത്. ഇതിനോടകം 2 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കളിയുടെ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിൽ ഇനി വരുന്ന അപ്ഡേറ്റുകളുടെ സമയത്ത് മിഥുനിലേക്ക് വരാം. ഇനി